ന്യൂസിലൻഡ് നഴ്സ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് പല ആളുകളും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള റിപ്ലൈ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂസിലൻഡിലേക്ക് ഇനി വന്നിട്ട് കാര്യമുണ്ടോ? പ്രോസസ്സിങ്ങിൻ്റെ പകുതി ആയിട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഡിസിഷൻ ലെറ്റർ കിട്ടിയിട്ട് നിൽക്കുന്നവർ, CGFNSന്റെ എല്ലാം കഴിഞ്ഞു, ഇനി കേസ് മാനേജറിനായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. എനിക്ക് അവരോട് പറയാനുള്ളത്, ന്യൂസിലൻഡിലെ RN വേക്കൻസി ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിനുള്ള റീസൺ ഉണ്ട്. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് ഹെൽത്ത് കെയർ സെക്ടറിലേക്കുള്ള ഫണ്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. പുതിയതായിട്ട് ഒരു എംപ്ലോയീസിനെയും അവർ എന്താ പറയുന്നത്, പ്രത്യേകിച്ച് IQNസിനെ അവർ എടുക്കുന്നില്ല, ഒരു ഹെൽത്ത് കെയർ സെക്ടറിലേക്കും അവർ എടുക്കുന്നില്ല. ഫിനാൻഷ്യൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിൾസ് അവർ ഇപ്പം ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ കൂടെയാണ് അവർ തിരിച്ചു പിടിക്കാനായിട്ട് നോക്കുന്നത്. ഓക്കെ, ഇപ്പം തന്നെ റീസെൻ്റ് ആയിട്ട് എന്താ പറയുന്നത്, വോളണ്ടറി റിട്ടയർമെൻറ്റിനും ഒക്കെ അവർ ഇവിടുത്തെ ആളുകളെ എൻകറേജ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് ഒരു വശവും കൂടി ഉണ്ട്. വേറൊന്നുമല്ല, ഇവിടെ സ്റ്റാഫിന് ഷോർട്ടേജ് വളരെ രൂക്ഷമാണ്. ഇപ്പം വൈകാട്ടോ പോലെയുള്ള DHPകളിൽ അവരുടെ ഒരു പല എന്നിട്ട് പറയുന്നത്, അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അവരുടെ സ്റ്റാഫുകളെല്ലാം ഒരു 1 day റാലി നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായി. അതിൻ്റെയൊക്കെ റീസൺ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ വേക്കൻസീസ് ഉണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫണ്ടിങ് ഇഷ്യൂ മൂലം അവർക്ക് പുതിയ ആളുകളെ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് ഇട്ടേച്ച് പോകണോ എന്നാണോ അതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടുമല്ല. വൺസ് നിങ്ങൾ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ APC കൈ കിട്ടിയാൽ നിങ്ങൾക്ക് അഫ്ര രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും, അതായത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ. അപ്പോൾ ഞങ്ങൾ ജോബൊക്കെ നിർത്തി ഇതിൻ്റെ പ്രോസസ്സിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെന്നാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായുമല്ല. നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒരു 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ ഒരു 1 month ആനുവൽ ലീവോ അല്ലെങ്കിൽ ലീവ് വിത്തൗട്ട് പേയോ എടുത്ത ശേഷം നിങ്ങൾ ഇവിടെ ഓസ്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വരിക. വൺസ് ഓസ്കി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തിരിച്ചതിൻ്റെ റിസൾട്ടിനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഏത് പ്ലേസിൽ നിന്നാണോ വന്നത്, എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, അങ്ങോട്ട് തിരിച്ചു പോവുക. നിങ്ങളുടെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു റുട്ടീനിലേക്ക് തിരിച്ചു പോവുക. വൺസ് നിങ്ങൾക്ക് APC കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അഫ്രയ്ക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, അഫ്ര രജിസ്ട്രേഷനും അപ്ലൈ ചെയ്യുക. പിന്നെ ജോബ് ഹണ്ടിങ് തുടങ്ങുക. നിങ്ങൾ ന്യൂസിലൻഡിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ജോബിനായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, ഓക്കെ ജോബ് ഇവിടെ ഇല്ലതാനും പിന്നെ ഇതെന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഓൾറെഡി ഒരു 8 to 12 months ഈ ഒരു പ്രോസസ്സിങ്ങിനായിട്ട് ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ മെൻ്റലി, ഫിസിക്കലി, നിങ്ങൾ ഫിനാൻഷ്യലി എല്ലാം ഒരു എന്താ പറയുക, നിങ്ങളുടെ 100% ഈ ഒരു പ്രോസസ്സിനായിട്ട് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. വൺസ് നിങ്ങൾക്ക് APC കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ അഫ്ര രജിസ്ട്രേഷൻ കിട്ടി, നിങ്ങൾക്ക് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ആ ഒരു വലിയ ആ ഒരു കോണ്ടിനെന്റിലുള്ള ആ ഒരു എന്നിട്ട് പറയുക വേക്കൻസികളിലേക്ക് നിങ്ങൾക്ക് ജോബ് ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ UAE അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള ഒരു നഴ്സസും ഈ ന്യൂസിലൻഡിലേക്ക് വരാനല്ല, അല്ലെങ്കിൽ ന്യൂസിലൻഡ് അല്ല അവരുടെ പ്രൈം ഡെസ്റ്റിനേഷൻ. അവരുടെ പ്രൈം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുന്നത്, അവരുടെ ഡ്രീം പ്ലേസ് എന്ന് പറയുന്നത് എപ്പോഴും ഓസ്ട്രേലിയയാണ്. അങ്ങോട്ട് പോകാനുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ബ്രിഡ്ജായിട്ടാണ് എപ്പോഴും ഈ ഒരു ന്യൂസിലൻഡ് രജിസ്ട്രേഷനെ അവർ കാണുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നേരത്തെ അല്ലെങ്കിൽ ഒരു കോമ്പിറ്റൻസി അസസ്മെന്റ് പ്രോഗ്രാം ചെയ്യുമ്പം എന്തുമാത്രം പൈസ നിങ്ങൾക്ക് ചിലവാകുമായിരുന്നു. ഏകദേശം $10,000 ഓൺലി ആ ഒരു പ്രോഗ്രാം, ഒരു കോമ്പറ്റീവ് അസസ്മെന്റ് പ്രോഗ്രാം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് അത്രയൊന്നും പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അതൊരു പോസിറ്റീവാണ്. നിങ്ങൾ കുറച്ച് പൈസയിൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുകയാണ്. ഓൾവേസ് നിങ്ങൾ അതിനെ ഒരു പോസിറ്റീവ് സൈഡ് തിങ്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പല ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ചേച്ചിക്ക് ചുമ്മാ തലയ്ക്ക് ഓളം ഉണ്ടോ, എന്നും എന്താ പറയണത്, ഈ ഒരു ഓൺലൈൻ തിയറിറ്റിക്കൽ എക്സാം, ഓസ്കി, അസസ്മെന്റ്, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഘോരം നിങ്ങളുടെ വീഡിയോയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങളിങ്ങനെ ഈ പറയുന്നതിന് ഇതിൻ്റെയൊക്കെ വലിയ കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വേറെ ഒന്നും കൂടല്ല, എനിക്ക് പല ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇതിൽ കുറേ ആളുകളൊക്കെ ഇപ്പോഴും ഈ ഒരു പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
അവരിൽ കുറച്ച് പേർക്കൊക്കെ അവർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ ഒരു എക്സാം പാസ്സാകുന്നുണ്ട്. പക്ഷേ കുറേ ആളുകൾ ഫെയിൽ ആകുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? കാരണം അവർക്ക് ഇവിടുത്തെ ഒരു പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി, ഒരു നഴ്സസിൻ്റെ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ എങ്ങനെ കൾച്ചറൽ സേഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം, ഇങ്ങനെയുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവർക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നില്ല. നഴ്സിംഗ് നോളജ് അവർക്ക് നമ്മുടെ നോർമലായിട്ടുള്ള ഡിസീസ് കണ്ടീഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ന്യൂസിലൻഡ് നഴ്സിംഗ് കൾച്ചർ അതിനെ വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാനിവിടെ പഠിച്ചതായതുകൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിങ്ങളോട് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ വീഡിയോയിൽ ഇങ്ങനെ കുറേ ഞാൻ പ്രസംഗിക്കുന്നത്. ഓക്കെ, സോ പിന്നെ മറ്റുള്ളവർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ചേച്ചിക്ക് അതെ അവിടെ വേറെ പണിയൊന്നുമില്ല. തീർച്ചയായിട്ടും എനിക്ക് നല്ല പണിയുണ്ട്. ഞാനൊരു ഫുൾ ടൈം എന്നിട്ട് വർക്കിംഗ് വുമൺ ആണ്. ഞാൻ 5 ദിവസം ഇവിടുത്തെ CDHBയിൽ RN-ആയിട്ട് വർക്ക് ചെയ്യുന്ന ആഴ്ചയിൽ ജസ്റ്റ് 2 days ഓഫിൽ എൻ്റെ ഒരു സ്പെയർ ടൈമിലാണ് ഞാൻ സമയം കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ഞാനൊരു ഫുൾ ടൈം മാം കൂടിയാണ്. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. അവരെയും നോക്കണം, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി എന്നിട്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ കട്ടുന്ന സമയത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസും അതുപോലെയുള്ള ഇൻഫോർമേഷൻസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക. ഒരിക്കലും അല്ലെങ്കിൽ മറ്റാളുകൾ പറയുന്നത് കേട്ടിട്ട് ഓക്കെ അവിടെ വേക്കൻസി ഇല്ല അതുകൊണ്ട് നിന്റെ സമയമെല്ലാം നീ ചുമ്മാ പാഴാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അത് ഡ്രോപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ എന്താ പറയുന്നത് 100% നിങ്ങളുടെ സമയവും നിങ്ങളുടെ എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങൾ പഠിച്ച കോളേജിൽ നിന്ന് ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്ത ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സ്ട്രഗിൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് സെക്യൂർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. ഓക്കെ, അത് ന്യൂസിലൻഡിൽ കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വൺസ് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അഫ്ര രജിസ്ട്രേഷനും കൂടെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് ഒരു ജോബ് സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.